പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ശ്ലീഹാകാലം രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. പ്രത്യേകിച്ച് തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസവുമാണ്. ഏവർക്കും ഈ അനുഗ്രഹീത ദിവസത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സഭയുടെ വിശ്വാസത്തിൻ്റെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് ത്രിത്വത്തിലുള്ള വിശ്വാസം. ഒരു ദൈവം, അതിൽ 3 ആളുകൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പലപ്പോഴും ചിന്തകൾക്കും കാര്യകാരണ യുക്തിക്കും ഒന്നും നിരക്കുന്നില്ല എന്ന് വരുമ്പോൾ ആളുകൾ ബുദ്ധിമുട്ടുന്ന, മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ഒരു രഹസ്യമാണ് ത്രിത്വം. അതുകൊണ്ട് തന്നെ ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ, ത്രിത്വം എന്ന മഹാരഹസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എല്ലാ കാര്യത്തിലും ദൈവത്തെ കാണാൻ പറ്റുന്നതാണ് ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. സമയം തന്നെ 3 കാലങ്ങളിലാണെന്ന് പറയാറുണ്ട്: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. എല്ലാ കാലത്തും, എല്ലായിടത്തും, എപ്പോഴും ദൈവത്തെ കാണാൻ പറ്റുന്നത് ത്രിത്വത്തിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രായോഗികമായ പരിഭാഷയാണെന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ചെടുക്കാം. ദൈവത്തെ ബുദ്ധി കൊണ്ടല്ല, ലോജിക്ക് കൊണ്ടല്ല, മറിച്ച് വിശ്വാസം കൊണ്ട് കാണാനും ഹൃദയത്തിൽ സ്വീകരിക്കാനുമുള്ള അനുഗ്രഹത്തിന് ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ ശ്ലീഹാകാലത്തിൻ്റെ ഈ രണ്ടാമത്തെ ഞായറാഴ്ച വായിച്ച് ധ്യാനിക്കാനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണമാണത്. ഏറെ പരിചിതമായി തിരുവചന ഭാഗത്ത് നിന്നും ഏതാനും പ്രാർത്ഥനാ വിചാരങ്ങൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ലാസറിൻ്റെ രോഗവിവരം ഈശോയെ അറിയിക്കുന്ന സഹോദരിമാരുടെ മനസ്സിനെ കുറിച്ചാണ്. നമുക്കും രോഗം വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു അടിസ്ഥാന മനോഭാവത്തെയാണ് ഇത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ സാധാരണ ബുദ്ധിയും വിവേകവും അനുസരിച്ച് നമ്മൾ അസുഖം വരുമ്പോൾ ആശുപത്രികളിലേക്ക് ഓടും, രോഗത്തിന് ചികിത്സ തേടും. അതുതന്നെ വേണ്ട കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസിദ്ധമായി നമുക്ക് കിട്ടിയിരിക്കുന്ന സൗഖ്യ ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങളാണ് മരുന്നും ആശുപത്രികളും ഡോക്ടർമാരുമെല്ലാം. അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ യാതൊരു അലംഭാവവും പാടില്ല. കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളും ദൈവം ഈ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈശോയുടെ പരസ്യജീവിതകാലത്ത് ഈശോ നാവിൽ നിന്ന് വന്ന നീരും ഉമിനീരും അതുപോലെ മണ്ണും കൂട്ടിക്കുഴച്ച് അന്ധന് സൗഖ്യം നൽകാൻ ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഉമിനീര് ഔഷധമാണെന്നുള്ള സാധാരണ ജനത്തിൻ്റെ വിശ്വാസത്തെ ഈശോ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് അതിലൂടെയൊക്കെ ചെയ്യുന്നത്. മരുന്നും അതുമായി ബന്ധപ്പെട്ട ചികിത്സകളുമൊക്കെ ദൈവം നൽകിയിരിക്കുന്ന വരദാനം തന്നെയാണ്. അതിലൂടെ ദൈവം തന്നെയാണ് സൗഖ്യത്തിനായി നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അത് ഒരു വശമായിട്ട് നിൽക്കുമ്പോൾ ഉദാസീനരാകാതെ, മറന്നുപോകാതെ, അസുഖങ്ങളും രോഗങ്ങളും വരുമ്പോൾ ദൈവത്തിലും നമ്മുടെ വിശ്വാസം അർപ്പിക്കണമെന്ന് ഈ സഹോദരിമാരുടെ പ്രവർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഈശോയുടെ പക്കലേക്ക് ആളയച്ച് പറയുന്നു, കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, നീ വന്ന് വേണ്ടത് ചെയ്യണം എന്നാണ് അതിനർത്ഥം. അസുഖം വരുമ്പോൾ ഉദാസീനരാവാതെ, നഷ്ടധൈര്യരാവാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, ദൈവത്തെ ക്ഷണിക്കാൻ നമ്മൾ മറന്നു പോകരുതെന്ന് ഈ പ്രത്യേക കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ സഹോദരിമാർ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. 2-3 കാര്യങ്ങൾ ഇപ്രകാരം ഒരു ക്ഷണം നടത്തുമ്പോൾ അവരുടെ മനസ്സിലുണ്ട്. ലാസർ ഈശോയുടെ സ്നേഹിതനാണ്, വളരെ അടുപ്പമുള്ള ആളാണ്, ഹൃദയബന്ധമുള്ള ആളാണ്. അതോടൊപ്പം രോഗം സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ കൂട്ടുകാരനായ ഈശോ എന്ന് അവർ വിശ്വാസത്തോടെ ഏറ്റുപറയുന്ന ഒരു കാര്യവുമാണ്. നീ വന്നാൽ സൗഖ്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇത് കാണിക്കുന്ന ഒരു കാര്യം,
ഇപ്രകാരം ഒരു കാര്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിൻ്റെ അടുത്ത് സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ ചോദിക്കാൻ ഉള്ള അവരുടെ ഒരു മനസ്സ്, അതുപോലെ തന്നെ ഈശോയുടെ അത്ഭുതകരമായ ദൈവിക ശക്തിയിലുള്ള വിശ്വാസം, അതെല്ലാം ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ വിശ്വാസങ്ങളോടെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഏത് ആപത്ഘട്ടത്തിലും നമ്മൾ വിളിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധത്തിലാവണമെന്നില്ല, പക്ഷെ ദൈവം അതിൽ ഇടപെടും എന്ന കാര്യം ഉറപ്പാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലും നമ്മൾ സമാനമായ ചിന്ത കാണുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠനെ വിളിക്കട്ടെ. തൈലാഭിഷേകത്തോടു കൂടിയ അവൻ്റെ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. രോഗ അവസരങ്ങളിൽ ദൈവിക ഇടപെടൽ പ്രാർത്ഥനകളിലേറെ പ്രധാനപ്പെട്ടതാണെന്ന്, പ്രാർത്ഥനയിലൂടെ ചെയ്യേണ്ടത്, ദൈവത്തെ അറിയിക്കേണ്ടത്, ക്ഷണിക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ കാര്യവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അസുഖങ്ങളും രോഗങ്ങളും ഉള്ളപ്പോൾ നമ്മുടേതായ ചികിത്സകൾ തേടുന്നതോടൊപ്പം മറന്നുപോകാതെ ദൈവത്തോടും സഹായം ചോദിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് മറക്കാതിരിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈശോ പറയുന്ന ഒരു വാക്യമാണ്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഒന്നും മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് ഈശോയുടെ ഈ വാക്കുകളുടെ അർത്ഥം. ആർക്കാണ് ഇത് മരണം കൊണ്ട് അവസാനിക്കാത്തത്? അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്കുമാണ്. ദൈവം സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും മരണം അവസാനമല്ല. മരണം കൊണ്ട് ഒന്നും തീരുന്നുമില്ല. മരണം അവസാനമാകുന്നത് ദൈവം കൂട്ട് ഇല്ലാത്ത ആളുകൾ മാത്രമാണ്. ദൈവത്തോടൊപ്പം നടക്കാത്ത ആളുകൾക്കാണ് മരണം കൊണ്ടെല്ലാം തീർന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിന് ഒരാളുടെ മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന അവസരമാണ്. ദൈവത്തിന് ഇടപെടാനുള്ള ഒരവസരമാണ്. ഇവിടെ ദൈവം പ്രവർത്തിക്കുന്ന മാനുഷിക ബലഹീനതയെ നമ്മൾ കൂടുതൽ അനുഗ്രഹമുള്ള സന്ദർഭമായിട്ട് കാണുകയാണ്. മനുഷ്യനെല്ലാം കൊണ്ട് പൂർണ്ണനായിരിക്കുമ്പോൾ, നിറഞ്ഞിരിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവിടെ സാഹചര്യമില്ല. എന്നാൽ മനുഷ്യൻ ദുർബലനാകുന്നിടത്ത്, ബലഹീനനാകുന്നിടത്ത്, അവൻ മറ്റെന്തിൻ്റെയെങ്കിലും മുമ്പിൽ കീഴ്പ്പെടുന്നു എന്ന് തോന്നുന്നിടത്ത് ദൈവം സഹായിക്കാനെത്തും. അതാണ് ഇവിടെ ഈശോ പറയുന്നത്. മരണം ഇത് അവിടം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല, മറിച്ച് എനിക്ക് ഇടപെടാനുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ അവസരമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. അതിലും ഒരു പരിധിയിലേറെ ദുഃഖിക്കാതിരിക്കാൻ ഈശോയുടെ ഈ വാക്കുകൾ നമ്മളെ സഹായിക്കട്ടെ. കാരണം ഈശോ പറയുന്നു, മരണം അതിൽ തന്നെ അവസാനിച്ച് തീരാനുള്ള ഒരു കാര്യമല്ല. മൂന്നാമതൊരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്, ലാസർ രോഗബാധിതനാണെന്ന് അറിഞ്ഞു, അവൻ ഈശോയുടെ സ്നേഹിതനാണ്. എന്നിട്ടും ഈശോ ബോധപൂർവം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി താമസിച്ചു. ഒരു പക്ഷേ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് ചിന്തിച്ചോ എന്ന് പോലും നമുക്ക് തോന്നാം. അല്പം ക്രൂരമായി പോയോ ഈശോയുടെ ആ നടപടി എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്ത വരാം. ദൈവം തക്ക സമയത്ത് ഇടപെടുന്നതായി നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന വേണ്ട സമയത്ത് ഈശോ ശ്രവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് ഭയപ്പെടേണ്ട ഒരു സന്ദർഭമല്ല. മറിച്ച് ദൈവത്തിന് നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പദ്ധതി ഈ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവം ഇടപെട്ട് അനുഗ്രഹം നൽകിയാൽ അത് വലിയ സന്തോഷം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച ഒരു കാര്യം ദൈവം നടത്തി തരുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു പദ്ധതി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. രോഗിയായിരുന്ന ലാസറിൻ്റെ അടുത്തേക്ക് ഈശോയെ സഹോദരിമാർ വിളിക്കുന്നു. അപ്പോൾ വന്ന് ഈശോ സുഖപ്പെടുത്തിയെങ്കിൽ, രോഗിയായിരുന്ന ഒരാളെ സുഖപ്പെടുത്തി എന്നുള്ളത് സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന വലിയ ഒരു കാര്യമാണ്. എന്നാൽ ആ ഘട്ടത്തിൽ ഇടപെടാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഉയർപ്പിക്കുന്നെങ്കിൽ അതെത്രയോ വലിയ കാര്യമാണ് ഒരു ആളെ സുഖപ്പെടുത്തുന്നു എന്നതിനേക്കാൾ. ഒരുപക്ഷെ ആ സഹോദരിമാർ ചിന്തിച്ചതിനേക്കാളും വലിയ ഒരു കാര്യം ഈശോ തൻ്റെ സ്നേഹിതനു വേണ്ടി ചെയ്യാൻ കാത്തിരുന്നു. അതാണ് മരിച്ചതിന് ശേഷം അവിടെ വരികയും അവനെ എല്ലാവരുടെക്കും വലിയ അത്ഭുതം നൽകി അവനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ സ്നേഹിതരായി ജീവിക്കുന്നവർക്ക്, ഈശോയുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നവർക്ക് മരണം വന്നാൽ പോലും അതിനെ ഭയപ്പെടേണ്ടതില്ല. കാരണം അതിലും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്ത് വലിയ ഒരു കാര്യം ചെയ്യാൻ ദൈവം നമുക്കായി ഇടപെടുമെന്നുള്ള വലിയ ഉറപ്പുകൂടിയാണ് നമ്മളിൽ സംഭവിക്കുന്ന
ഈ അസ്വാഭാവിക ദുഃഖങ്ങളെന്ന് മാത്രം നമ്മൾ ചിന്തിക്കണം. തോമാ ശ്ലീഹ ഈ തിരുവചന ഭാഗത്തിൻ്റെ അവസാനം പറയുന്നു, നമുക്ക് അവനോടുകൂടി പോയി മരിക്കാം. നാലാമത് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയാൽ പിന്നെ രണ്ടാമത് ഒരു ചിന്ത അതിനെക്കുറിച്ചില്ല. മറ്റ് ശിഷ്യന്മാർ അല്പം ഭയത്തോടെ മാറി നിൽക്കുമ്പോഴാണ് തോമസ് പറയുന്നത്, നമുക്കും മരിക്കാൻ അവനോടൊപ്പം പോകാം. അവൻ പോകുന്നിടത്തേക്ക് അവനോടൊപ്പം പോവുക. ഈ ഒരു ആത്മാർത്ഥതയുടെ, ധൈര്യത്തിൻ്റെ, ഈശോയെ പിഞ്ചെല്ലാനുള്ള മനസ്സിൻ്റെ ആഴം കണ്ടതുകൊണ്ടാണ്, ഈശോയോടുള്ള അത്ര വലിയ സ്നേഹം കണ്ടതുകൊണ്ടാണ് ഉയർപ്പിന് ശേഷം നമ്മൾ കാണുന്നു, തോമാ ശ്ലീഹ ആദ്യ പ്രത്യക്ഷീകരണ സംഭവത്തിൽ സ്ഥലത്തില്ല. പിന്നീട് തോമാ ശ്ലീഹ ഉള്ള ഒരവസരത്തിൽ ഈശോ തോമസിനു വേണ്ടി മാത്രം എന്ന രീതിയിൽ അവിടെ വന്ന് രണ്ടാമത് വന്ന് പ്രത്യക്ഷപ്പെട്ട് തോമസിന് ഈശോയുടെ ശരീരത്തിൽ സ്പർശിച്ചു നോക്കാനുള്ള അനുവാദം വരെ കൊടുക്കുന്നത്. ഈശോയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരുപക്ഷെ ഉടനെ അതിന് ഒരു ഉപകാരമോ അനുഗ്രഹമോ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകും എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് തോമസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തോമാ ശ്ലീഹായെ പോലെ വലിയ ആത്മീയ ഉറപ്പ്, ധീരത, വിശ്വാസം, ആ ഒരു ധൈര്യം നമുക്കുണ്ടാവാൻ ഇന്നത്തെ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ തിരുനാൾ ദിവസം ദുർഗ്രഹമായ ദൈവ രഹസ്യം ഹൃദയത്തിൽ സ്വീകരിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തോമാ ശ്ലീഹായുടേതുപോലെ വലിയ വിശ്വാസ ഉറപ്പും ധൈര്യവും കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ സങ്കട നേരങ്ങളിൽ ദൈവം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓടി വരുന്നതായി തോന്നിയില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ കാര്യമായി നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന് വലിയ അപൂർവ സൗഭാഗ്യം തരാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ആ ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിക്കാനും നമുക്ക് ഇന്നത്തെ ദിവസം സാധിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ മംഗളങ്ങളും കർത്താവിൻ്റെ ദിവസത്തിൻ്റെ അനുഗ്രഹവും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.